after n hours, each of the n mathematicians who were wearing white hats. ഇത് ഷോർട്സിൽ കണ്ടിട്ട് നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ലെങ്കിൽ ആ ഷോർട്സ് പോയി നോക്കുക. അതിലെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? n hours കഴിഞ്ഞപ്പോൾ each of the n mathematicians who were wearing white hats found out that they were wearing white hats. They were wearing white hats. Okay. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, if somebody like white hat ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, that is if somebody definitely knows that they are wearing a white hat, then they should just speak it out to the king when the king comes. So after n hours, each of the n mathematicians who were wearing white hats found out that they were wearing white hats and told it to the king, because after n hours the king came and they told it to the king. All right. And I specifically wrote in that shorts that it were announced. That is, it was announced in such a manner that everybody could hear this thing. So that is what the key of this question. Question main answer പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, n hours കഴിഞ്ഞപ്പോൾ n മാത്തമാറ്റീഷ്യൻസിന്റെ തലയിലാണ് വൈറ്റ് ഹാറ്റ്സ് ഉള്ളത്. ആ വൈറ്റ് ഹാറ്റ്സ് ഉള്ള എല്ലാവരും ഒറ്റയ്ക്ക് തന്നെ കണ്ടുപിടിച്ചു അവരുടെ തലയിൽ വൈറ്റ് ഹാറ്റ്സ് ആണെന്ന്. എന്നിട്ട് അത് കിങ്ങിനോട് പറയുകയും ചെയ്തു. അതവർ ഉറക്കെ വിളിച്ച് പറഞ്ഞു. അതായത് എല്ലാവരും കണ്ടുപിടിച്ചു, എല്ലാവരും അത് പറയുകയും ചെയ്തു n hours കഴിഞ്ഞപ്പോൾ. ആ പറഞ്ഞു എന്നുള്ളതിലാണ് ഇതിന്റെ ഒരു കീ കിടക്കുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇമാജിൻ ചെയ്ത് പോകാം. പക്ഷേ ഒരു സിമ്പിൾ വേ ഓഫ് പ്രൂഫ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. മാത്തമാറ്റിക്സിലുള്ള ഒരു സാധനമാണ്. അതിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും ഈ ക്വസ്റ്റ്യനും തമ്മിൽ എന്താ ബന്ധം? അത് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ അതിന്റെ ഫുൾ ബന്ധം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യം പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണെന്ന് പറയാം. ഓക്കെ. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. Principle of mathematical induction എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, n belongs to set of natural numbers. അതായത് we know the set of natural numbers. Set of natural numbers is just what? From 1 all the way up to what? Infinity. പോകുന്ന ഈ സെറ്റിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുക. ആൻഡ് ഇഫ് n belongs to സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ, n എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അത് 1 ആവാം, 2 ആവാം, 3 ആവാം, ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും ആവാം. ഓക്കെ. ആൻഡ് there is a property. All right, there is a property which we represent as p of n. അതായത് ഈ ഓരോ നാച്ചുറൽ നമ്പറിനും ഒരു പ്രോപ്പർട്ടി ഉണ്ട്, which can be, as every mathematical statement can be, true or false. That is, it only takes binary values. It can be either true or false. That is, for each of the natural numbers there is a property that we can state p of n, which can be true or false. Now, if p of 1 is true, okay, this is one condition. That is, for n is equal to 1 if the property is true. And the second condition is that assume p of k is true. Then p of k plus 1 is true. Is true, which means, that is, if we assume p of k is true and then that gives out p of k plus 1 is true, which means if we assume p of k is true and it turns out that p of k plus 1 is true, if we can prove that, and at the same time if p of 1 is true, then for all n belonging to the set of natural numbers, p of n is true. കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഒന്നുമില്ല, ആദ്യത്തെ 1 എന്ന് പറയുന്ന നമ്പറിന്റെ പ്രോപ്പർട്ടി ട്രൂ ആയിരിക്കാം. ഇത് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് ഇത് ഒബേ ചെയ്യുന്നുണ്ട്, ആൻഡ് കൂടെ എന്ത് ഒബേ ചെയ്യണം? സെക്കൻഡ് കണ്ടീഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസ്യൂം പി ഓഫ് കെ ഇസ് ട്രൂ. നമ്മൾ അസ്യൂം ചെയ്യാം പി ഓഫ് കെ ട്രൂ ആണെന്നുള്ളത്. ആൻഡ് ഇഫ് ദാറ്റ് അസംഷൻ ഇംപ്ലൈസ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ, മനസ്സിലായില്ലേ? പി ഓഫ് കെ ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണ്ടീഷനും ട്രൂ ആവും. ഇപ്പൊ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ, ഇത് ട്രൂ ആണെങ്കിൽ എന്ത് വേണം? പി ഓഫ് കെ ട്രൂ ആണെന്ന് assume ചെയ്തിട്ട് p of k plus 1 true ആണെങ്കിൽ, if that is true, that is, if we assume p of k is true and it implies that p of k plus 1 is true, if we can prove it, okay, that is assuming starting from p of k is true, if we can prove p of k plus 1 is true, and if we already know that p of 1 is true, then for all natural numbers p of n would be true. മനസ്സിലായോ? അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. എന്താന്ന് പറഞ്ഞാൽ, ആദ്യം p of 1 ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? p of k ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ആ അസംഷനിൽ നിന്നും എന്ത് ഇംപ്ലൈഡ് ആവണം? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്നുള്ളത് ഇംപ്ലൈഡ് ആവണം. അത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇഫ് യു ക്യാൻ പ്രൂവ് ദാറ്റ്, ദെൻ ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ. ഇതും ട്രൂ ആവണം. മനസ്സിലായില്ലേ? സോ അസ്യൂം പി ഓഫ് കെ ഇസ് ട്രൂ ആൻഡ് പി ഓഫ് വിച്ച് ഇംപ്ലൈസ് പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ. അതും ട്രൂ ആവണം. പി ഓഫ് 1 ട്രൂ ആവണം. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ ഫോർ ഓൾ n ബിലോങ്ങിങ് ടു നാച്ചുറൽ നമ്പേഴ്സ് പി ഓഫ് n വുഡ് ബി ട്രൂ. ദിസ് ഇസ് എ പ്രൂഫ്.
ഇഫ് ദെൻ കണ്ടീഷനാണ്. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഈ കണ്ടീഷൻ ഓൾറെഡി എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. ഇത് കുറച്ചും കൂടെ ഒരു എക്സാമ്പിൾ ബേസിൽ പറയാന്നുള്ളതല്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. അതായത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് വിചാരിക്കും. ആ പ്രോപ്പർട്ടി എന്താണെന്ന് പറയുന്നത് ഈ ക്വസ്റ്റിന്റെ രീതിക്ക് നമുക്ക് ആ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ലെറ്റ് ദ പ്രോപ്പർട്ടി ബി, നമുക്കിപ്പോൾ പറയാൻ പറ്റും പ്രോപ്പർട്ടി ഓഫ് എൻ. ലെറ്റ് ദ പ്രോപ്പർട്ടി ബി ദാറ്റ് n that each of the n mathematicians found out their hat color, okay, as white. Each of the n mathematicians who were wearing white hats, okay, who were wearing white hats found out their hat color as white and announced it after n hours, okay, after n hours, or we can say at the end of the nth hour. ഓക്കെ, ഇതാണ് ആ പ്രോപ്പർട്ടി ഓഫ് എൻ. ഇത് എന്തുകൊണ്ടാണ് പ്രോപ്പർട്ടി ഓഫ് എൻ എന്ന് പറയുന്നത്? കാരണം ഇതിൽ വേരിയബിൾ എന്ത് മാത്രമേ ഉള്ളൂ? എൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ എൻ മാറുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു മാത്തമാറ്റീഷ്യൻ ഉള്ള ഇതാണെങ്കിൽ എന്താ പറയുക, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഒരു മാത്തമാറ്റീഷ്യൻ ഉള്ളൂ. അപ്പോൾ ആ ഒരൊറ്റ മാത്തമാറ്റീഷ്യൻ അവന്റെ ഹാറ്റ് കളർ വൈറ്റ് ആണെന്ന് പറഞ്ഞു. അതേപോലെ n = 2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ അതിന്റെ ഈ പ്രോപ്പർട്ടി എന്താ റീഡ് ചെയ്യുക? ഈച്ച് ഓഫ് ദി 2 മാത്തമാറ്റീഷ്യൻസ് വെയറിംഗ് വൈറ്റ് ഹാറ്റ്സ്, ഓക്കെ, വൈറ്റ് ഹാറ്റ്സ് വെയർ ചെയ്യുന്ന 2 മാത്തമാറ്റീഷ്യൻസ് ഉണ്ട്. അതിലത്തെ 2 പേരും understood that they were wearing white hats and told it to the king at the end of the 2 hours. ഇത് രണ്ടാമത്തെ മണിക്കൂറിന്റെ അവസാനം. ഫസ്റ്റ് അവർ രാജാവ് വരും, അപ്പോൾ അവർ പറയില്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അവർ രാജാവ് വരുമ്പോൾ ഈ 2 മാത്തമാറ്റീഷ്യൻസിലുള്ള, അതായത് 2 മാത്തമാറ്റീഷ്യൻസ് വൈറ്റ് ഹാറ്റ് വെച്ചിട്ടുള്ളത്, അതിൽ 2 ആൾക്കാരും കണ്ടുപിടിച്ചു അവരുടെ കളർ വൈറ്റ് ആണെന്ന്. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു. ഇതാണ് പ്രോപ്പർട്ടി. ഓരോ നാച്ചുറൽ നമ്പേഴ്സിനും ഈ പ്രോപ്പർട്ടി ഒരു പ്രോപ്പർട്ടിയാണ്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള കാര്യം ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ വി ക്യാൻ പ്രൂവ് വെദർ ദി സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇതിൽ P(1) കാണണം. അതായത് ഈ പ്രോപ്പർട്ടി n = 1 ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. If that is true, that is if P(1) is true and it is also the case that P(1) is true, അതായത് ഒരു മാത്തമാറ്റീഷ്യൻ മാത്രം വൈറ്റ് ഹാറ്റ് വെയർ ചെയ്യുന്ന കേസിൽ ഈ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് നോക്കാം. അത് ട്രൂ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ P(k) is true എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. And if that implies P(k+1) is true, if this thing is true, ഈ സാധനം ട്രൂ ആണെങ്കിൽ, ഇത് ട്രൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആണെങ്കിൽ, ഇത് തെറ്റാണെങ്കിൽ കാര്യമില്ല, ഇത് ട്രൂ ആണെങ്കിൽ, അതായത് which means that if we assume that P(k) is true, then we should somehow prove from this assumption that P(k+1) is true. If we are able to do that, then P(n) is true for all n belonging to n. മനസ്സിലായി? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ n ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. n കാരണം എന്താണ്? n ഈസ് എ നാച്ചുറൽ നമ്പർ. കാരണം നമ്പർ ഓഫ് മാത്തമാറ്റീഷ്യൻസ് എന്തായാലും ഒരു നെഗറ്റീവ് നമ്പർ ഒന്നും ആവാൻ പറ്റില്ല. കാരണം എന്തായാലും 1 മുതലേ തുടങ്ങണത്. എന്തായാലും ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ട്. ഒരു മാത്തമാറ്റീഷ്യൻ ഇല്ലാണ്ട് ഇപ്പോൾ വിളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അവിടെ നിന്ന് തുടങ്ങി പിന്നെ 2 മാത്തമാറ്റീഷ്യൻ, 3 മാത്തമാറ്റീഷ്യൻ, എത്ര n മാത്തമാറ്റീഷ്യൻസ് വരെയുള്ള ആൾക്കാർക്കും ഈ പ്രോപ്പർട്ടി ഒബേ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ then we can simply say that അപ്പോൾ that is how this thing that is how P(n) is true for all n belonging to n. And what does that mean if P(n) is true for all n belonging to n? The statement that we have written earlier, that is for each of the n mathematicians wearing white hats will find out that their hat is white after n hours and announce it to the king. That is true. So how does the n mathematicians did that? They did that because they know the principle of mathematical induction. That's how they did that, and they will find this out clearly. All right, so that is the answer to the question. But how? That is, we need to prove it, right? Yeah, it is still not proved. ഇത് രണ്ടും പ്രൂവ് ചെയ്താൽ മാത്രമേ ഇത് പ്രൂവ്ഡ് ആവുള്ളൂ. ഇത് പ്രൂവ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾവേസ് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ്. അപ്പോൾ എന്തായാലും അവർ മാത്തമാറ്റീഷ്യൻസ് ആയ സ്ഥിതിക്ക് അവർ അത്യാവശ്യം ഇന്റലിജന്റ് ആണ് ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന രീതിക്ക് അവരെല്ലാവരും n hours കഴിയുമ്പോൾ n മാത്തമാറ്റീഷ്യൻസും എന്ത് പറയും? അവരുടെ തലയിൽ വൈറ്റ് ഹാറ്റ് ആണെന്നുള്ളത് പറയും. ഓക്കെ, അതെങ്ങനെ പറയുന്നുള്ളത് കാണിച്ചാൽ ആദ്യം P(1) ട്രൂ ആണോ എന്ന് നമുക്ക് നോക്കണം. P(1) ഈസ് ട്രൂ. കാരണം ലെറ്റ് us imagine that n = 1. n = 1 എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ മാത്തമാറ്റീഷ്യന് വൈറ്റ് ഹാറ്റ് വെയർ ചെയ്യുന്നുള്ളൂ, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഒറ്റ മാത്തമാറ്റീഷ്യൻ വൈറ്റ് ഹാറ്റ് വെയർ ചെയ്യുന്നുള്ളൂ. വിച്ച് മീൻസ് കിങ് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ചിലവരുടെ തലയിൽ വൈറ്റ് ഹാറ്റും ചിലവരുടെ തലയിൽ ബ്ലാക്ക് ഹാറ്റും ആണ്. അപ്പോൾ ഒരാളുടെ തലയിൽ വൈറ്റ് ഹാറ്റ് ഉള്ളുവെങ്കിൽ ബാക്കിയുള്ളവരുടെ തലയിൽ എല്ലാം ബ്ലാക്ക് ഹാറ്റ് ആയിരിക്കും. അപ്പോൾ ഈ വൈറ്റ് ഹാറ്റ് ധരിച്ചിരിക്കുന്ന ആൾക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ എല്ലാവരും ബ്ലാക്ക് ഹാറ്റ് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ബ്ലാക്ക് ഹാറ്റ് കാണാൻ പറ്റും. അപ്പോൾ പക്ഷേ കിങ് ഒരിക്കലും നുണ പറയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ കിങ് പറഞ്ഞിട്ടുണ്ട് ചിലവരുടെ മറ്റേ തലയിൽ വെളുത്ത തൊപ്പിയും ചിലവരുടെ തലയിൽ കറുത്ത തൊപ്പിയാണ്. അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ ഇയാളാണ് വൈറ്റ് ഹാറ്റുള്ള ആളെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരുടെയും കറുത്ത തൊപ്പിയാണ്. കാരണം നമുക്ക് അസ്യൂം ചെയ്തു ഒരാളുടെ മാത്രമേ വെള്ള തൊപ്പിയുള്ളൂ. അപ്പോൾ വെള്ള തൊപ്പിയുള്ള ആൾ നോക്കുമ്പോൾ എല്ലാവരും കറുത്ത തൊപ്പിയാണ്. അപ്പോൾ എല്ലാവരുടെയും കറുത്ത തൊപ്പിയാണെങ്കിൽ കിങ് നുണ പറയൂല. അപ്പോൾ ചിലവരുടെ വെള്ള തൊപ്പി ഉണ്ടെന്ന് കിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആരാ? അയാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാളുടെ തലയിൽ വെള്ള തൊപ്പിയായിരിക്കും. അപ്പോൾ അയാൾ കണ്ടുപിടിച്ചു. അയാൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് കിങ് ഇറങ്ങി പോകുമ്പോൾ തന്നെ അയാൾ കണ്ടുപിടിക്കും. അപ്പോൾ കിങ് ആദ്യത്തെ മണിക്കൂറിൽ കയറി വരുമ്പോൾ തന്നെ അയാൾ എന്ത് പറയും? അയാളുടെ തലയിൽ വെള്ള തൊപ്പി ഉണ്ടെന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ n = 1 കേസിൽ ട്രൂ ആണ്. അതായത് one mathematician wears white hat. Now that mathematician will find out that he is wearing white hat at the end of the first hour തന്നെ അയാൾ കണ്ടുപിടിക്കും. And he tells it to the king. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് പി ഓഫ് കെ ഇമാജിൻ ചെയ്യാം. പി ഓഫ് കെ നമുക്ക് അസ്യൂം ചെയ്യാം ഇസ് ഈക്വൽ ടു ട്രൂ ആണെന്നുള്ളത്. അതായത് if there are k mathematicians wearing white hats, k mathematicians, each of those k mathematicians will figure out that they are wearing a white hat at the end of the kth hour. Okay. Now let k be anything, any natural number on k. Okay. At the end of the kth hour, they will figure it out and they will answer to the king. Okay. At the end of the kth hour. Now let us assume that. Okay. So that is assumed to be true. The assumption p of k is true. നമ്മൾ assume ചെയ്തു. Now we need to prove that p of k plus 1 is true. So what will happen? We need to prove whether p of k plus 1 is true or not. We need to prove p of k plus 1 is true. Only then is the principle of mathematical induction going to work. So k ആൾക്കാരുണ്ടെങ്കിൽ ആ കെ മാത്തമാറ്റീഷ്യൻസിനും മനസ്സിലാവും അവരുടെ തലയിൽ തൊപ്പി വെള്ളയാണ്. എപ്പോൾ കേത്ത് ഹവർ കഴിയുമ്പോൾ, കേത്ത് ഹവറിൽ അവരത് അനൗൺസ് ചെയ്യും അവരുടെ തലയിൽ വെള്ള തൊപ്പിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കെ പ്ലസ് 1 മാത്തമാറ്റീഷ്യൻസിന്റെ തലയിൽ വൈറ്റ് ഹാറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതിലത്തെ ഓരോ മാത്തമാറ്റീഷ്യൻസ് നമുക്ക് നോക്കാം. ഇതിലത്തെ ഓരോ മാത്തമാറ്റീഷ്യൻസിനും ചുറ്റുമുള്ളവർക്കൊക്കെ, അതായത് ചുറ്റുമുള്ള എത്ര ആൾക്കാർക്കാണ് വൈറ്റ് ഹാറ്റ് ഉള്ളത് കാണാം? കെ ആൾക്കാർക്ക്. കാരണം കെ പ്ലസ് 1 മാത്തമാറ്റീഷ്യൻസിന് വൈറ്റ് ഹാറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിലത്തെ ഓരോ ആൾക്കും ചുറ്റുമുള്ള കെ ആൾക്കാരുടെ തലയിൽ വൈറ്റ് ഹാറ്റ്സ് കാണും. പക്ഷേ ചുറ്റുമുള്ള കെ ആൾക്കാരുടെ തലയിൽ വൈറ്റ് ഹാറ്റ്സ്, അപ്പോൾ ഇയാൾ ആലോചിക്കും, ഈ ഒരാൾ കെ പ്ലസ് 1 ഏതെങ്കിലും ഒരാൾ, എല്ലാ ആൾക്കാരും ഇതേപോലെ തന്നെ ആലോചിക്കും. അപ്പോൾ ഈ ഒരാൾ എന്താ ആലോചിക്കും? എൻ്റെ തലയിൽ ബ്ലാക്ക് ഹാറ്റ് ആയിരുന്നെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ തലയിലൊക്കെ വൈറ്റ് ഹാറ്റ് ആണ്. എത്ര ആൾക്കാരുടെ തലയിൽ വൈറ്റ് ആണ്? കെ വൈറ്റ് ഹാറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വൈറ്റ് ഹാറ്റ്സ് ഉണ്ടാവും? കെ വൈറ്റ് ഹാറ്റ്സ് ഉണ്ടാവും. പക്ഷേ കെ വൈറ്റ് ഹാറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓൾറെഡി പി ഓഫ് കെ അസ്യൂം ചെയ്തിട്ടുണ്ട് ട്രൂ ആണ്. കെ വൈറ്റ് ഹാറ്റ്സ് ആയിരുന്നെങ്കിൽ then each of the k mathematicians would have announced that they had k white hats on top of their heads at the end of the kth hour. So after the kth hour, if each of this person will just look around and see that k hours have passed, and after the kth hour also nobody has announced to the king that they are having white hats, which means the only possible case is each person is already seeing k hats around him. But if there were k hats, then they would have announced at the end of the kth hour. But after waiting for k hours, when each person does not notice anybody else answering, it should only mean one thing, that his color can't be black, it can only be white. Because if his color were black, then they would be k mathematicians and they would announce it at the end of the kth hour. So after the kth hour, waiting for k hours, each of these mathematicians is seeing ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ k hours കഴിഞ്ഞിട്ട് രാജാവ് പുറത്തു പോയി. k hours കഴിഞ്ഞിട്ട് ഇവർ ആരും പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓരോ മാത്തമാറ്റീഷ്യൻ നോക്കുമ്പോൾ k ആൾക്കാർ ചുറ്റുമുള്ള ആൾക്കാരുടെ തലയിലൊക്കെ വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇവന്റെ തലയിൽ വൈറ്റ് ഹാറ്റ് ആണ്, ബ്ലാക്ക് ഹാറ്റ് ആണ് എന്ന് ഓരോരുത്തരും ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇമാജിൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ കെ ഹാറ്റ്സ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കെ ഹാറ്റ്സ് ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ മണിക്കൂറിൽ തന്നെ എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ടാവേണ്ടതാണ്. പക്ഷെ ആരും കണ്ടുപിടിച്ചിട്ടില്ല, ആരും രാജാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് അനൗൺസ് ചെയ്യുന്നു പറഞ്ഞല്ലോ, അത് ആരും അനൗൺസ് ചെയ്തില്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇവന്റെ തലയിൽ ബ്ലാക്ക് ഹാറ്റ് ഉണ്ടാവാൻ പാടില്ല. കാരണം ഇവന്റെ തലയിൽ ബ്ലാക്ക് ഹാറ്റ് ആണെങ്കിൽ പിന്നെ ടോട്ടൽ കെ വൈറ്റ് ഹാറ്റ്സ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ കെ ഹവേഴ്സ് കഴിഞ്ഞിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. വിച്ച് ക്യാൻ ഓൺലി മീൻ വൺ തിങ്, ദാറ്റ് ഹിസ് ഹാറ്റ് ഈസ് ഓൾസോ വൈറ്റ്. അപ്പോൾ ഇത് എത്രാമത്തെ മണിക്കൂറിലാണ് കണ്ടുപിടിക്കുന്നത്? ഇത് കണ്ടുപിടിക്കുന്നത് കെ പ്ലസ് 1 ഹവർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ കെ പ്ലസ് 1 ഹവറിൽ എന്താ സംഭവിക്കുന്നത്? ഈച്ച് ഓഫ് ദി കെ പ്ലസ് 1 മാത്തമാറ്റീഷ്യൻസ് ഈസ് ഗോയിങ് ത്രൂ ദിസ് റീസണിങ് ആൻഡ് ഈസ് ഫൈൻഡിങ് ഔട്ട് ദാറ്റ് ദേ ആർ ഹാവിങ് എ വൈറ്റ് ഹാറ്റ്. സോ വാട്ട് ആർ വി റിയലി ഗെറ്റിംഗ്? വി ആർ ഗെറ്റിംഗ് ദി പ്രോപ്പർട്ടി പി ഓഫ് കെ പ്ലസ് 1 ഇറ്റ്സെൽഫ്. ദാറ്റ് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി, അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇവരുടെ തലയിൽ വൈറ്റ് ഹാറ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? രാജാവ് കെ പ്ലസ് 1 ഹവർ കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ അവർ പറയും. അപ്പോൾ അതെന്താണ്? അതന്നെയാണ് പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അതായത് കെ പ്ലസ് 1 മാത്തമാറ്റീഷ്യൻസിന്റെ തലയിൽ വൈറ്റ് ഹാറ്റ് ആണെങ്കിൽ ഈച്ച് ഓഫ് ദോസ് കെ പ്ലസ് 1 മാത്തമാറ്റീഷ്യൻസ് വിൽ ഫൈൻഡ് ഔട്ട് ദാറ്റ് ദേ ഹാവ് വൈറ്റ് ഹാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി കെ പ്ലസ് 1 ഹവർ and will announce it to the king. അപ്പോൾ from p of k is true assumption we had found out that p of k plus 1 is true. മനസ്സിലായി എന്ന് വിചാരിക്കണം. കാരണം ഇവന്റെ തലയിൽ ബ്ലാക്ക് ഹാറ്റ് ആയിരുന്നെങ്കിൽ പി ഓഫ് കെ ഇസ് ട്രൂ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കെ ഹവേഴ്സിന് ശേഷം ഇവർ പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ കെ ഹവേഴ്സിന് ശേഷം ഇവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കെ പ്ലസ് 1 ഹവറിലാണ് ഇവർ ഉള്ളത്. അപ്പോൾ അത് ക്യാൻ ഓൺലി മീൻ വൺ തിങ്, കെ ഹാറ്റ്സ് ഓൾറെഡി എല്ലാവരും കാണുന്നുണ്ട് ചുറ്റും. അപ്പോൾ ഇവന്റെ തലയിലും വൈറ്റ് ഹാറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് കെ ഹവർ ആൻസർ പറയാൻ പറ്റാണ്ടിരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവന്റെ തലയിൽ വൈറ്റ് ഹാറ്റ് തന്നെ ആയിരിക്കണം. കാരണം ഇവന്റെ തലയിൽ ബ്ലാക്ക് ഹാറ്റ് ആണെങ്കിൽ അവർ ആൻസർ പറഞ്ഞിട്ടുണ്ടാവും കെ ഹവറിൽ, പക്ഷേ അവർ ആൻസർ പറഞ്ഞിട്ടില്ല. വിച്ച് മീൻസ് ഇവന്റെ തലയിൽ വൈറ്റ് ഹാറ്റ് ആണ്. വിച്ച് മീൻസ് കെ പ്ലസ് 1 ഹവറിൽ ഈച്ച് ഓഫ് ദി കെ മാത്തമാറ്റീഷ്യൻസ് ഹാഡ് ഫൗണ്ട് ഔട്ട്. കാരണം എല്ലാവരും ഇങ്ങനെ തന്നെ ആലോചിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും കണ്ടുപിടിക്കും എന്ത് അവരവരുടെ തലയിൽ വൈറ്റ് ഹാറ്റ് ആണെന്നുള്ളത്. അപ്പോൾ പി ഓഫ് കെ ഇസ് ട്രൂ അസംഷൻ നിന്ന് നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ അസംഷൻ അതായത് പ്രൂവ് ചെയ്തു. ഓക്കെ, സോ ദിസ് ഇസ് ട്രൂ നമ്മൾ പ്രൂവ് ചെയ്തു. പി ഓഫ് 1 ഓൾറെഡി ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ then p of n is going to be true for all n. അപ്പോൾ that statement that I had posed in the question, അതായത് n mathematicians will each figure out that they have a white hat at the end of the nth hour. അപ്പോൾ അത് സിമ്പിൾ ആയിട്ട് പ്രൂവ് ആയി കഴിഞ്ഞു. ഇത് സിമ്പിൾ ആയിട്ട് ആലോചിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ പി ഓഫ് കെയിൽ ഈസ് ട്രൂ, ഇതാണ് ഇൻഡക്ഷൻ സ്റ്റെപ്പ്, ഇതൊരു ബേസിസ് ആണ്, ഇതാണ് ഇൻഡക്ഷൻ സ്റ്റെപ്പ് എന്ന് പറയുക. അതായത് ഇത് നമ്മൾ അസ്യൂം ചെയ്യാൻ വേണം പി ഓഫ് കെ ഇസ് ട്രൂ. അത് അസ്യൂം ചെയ്തിട്ട് നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ then this thing is always going to be true, which means that but we also know that p of 1 is going to be true. So if k is equal to 1, then what does that mean? P of 1 is true. Alright, p of 1 is true is a proof, it's a statement. But we have already proved that if p of k is true, then p of k plus 1 is true. So if p of 1 is true, then p of 2 is true. And if p of 2 is true, then p of 3 is true. And it will go all the way up to every natural number because of this thing that we have proved here. That is, if p of k is true, then p of k plus 1 is true. ആ സാധനം നമ്മൾ പ്രൂവ് ചെയ്യണം. അത് ട്രൂ ആയിരിക്കാം. മനസ്സിലായി? And when is that true? It is true when p of k is true implies p of k plus 1 is true. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് 1, 2, 3 കേസ് ജസ്റ്റ് ആയിരിക്കാം. കാരണം നമുക്ക് കുറച്ചും കൂടെ ഒരു വിവരമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതാണ് അതിന്റെ ഫോർമൽ പ്രൂഫ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ ആയി.
പിന്നെ നമുക്ക് ജസ്റ്റ് P(1) P(2) P(3) നോക്കാം. ഓക്കെ, അപ്പോൾ P(1) നമ്മൾ ഓൾറെഡി ട്രൂ ആണെന്ന് പറഞ്ഞു. അതായത് എന്താണ്, ഒരാളെ വൈറ്റ് ആറ്റ് ഉള്ളൂ, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ബ്ലാക്ക് ആറ്റ് ആണ്. അപ്പോൾ ചുറ്റുള്ളവരൊക്കെ ബ്ലാക്ക് ആറ്റ് കാണുമ്പോൾ ഇവൻ കിങ് പറഞ്ഞ് ആലോചിക്കും, ചിലരുടെ തലയിൽ വൈറ്റ് ആറ്റ്, ചിലരുടെ തലയിൽ ബ്ലാക്ക് ആറ്റ് ആണ്. ഇവൻ നോക്കുമ്പോൾ ഒരു വൈറ്റ് ആറ്റ് കാണുന്നില്ല. അപ്പോൾ ഇവന്റെ തലയിൽ ഒരു വൈറ്റ് ആറ്റ് ഉണ്ടാവണം, എന്നാലേ സം വൈറ്റ് സം ബ്ലാക്ക് കറക്റ്റ് ആവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഇവന്റെ തലയിൽ വൈറ്റ് ആറ്റ് ആണെന്ന് പറയും. അത് അവൻ 1 മണിക്കൂർ കഴിയുമ്പോൾ പറഞ്ഞു. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇവൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? കാരണം ഓക്കെ, 1 മണിക്കൂർ കഴിയുമ്പോൾ പറയും, അത് നമുക്കറിയാലോ. ഇനിയിപ്പോൾ രണ്ടാൾക്ക് തലയിൽ വൈറ്റ് ആറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ഒരു വൈറ്റ് ആറ്റ് കാണും അല്ലേ? അവരുടെ തലയിൽ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അപ്പുറത്ത് നോക്കുമ്പോൾ ഒരാളുടെ വൈറ്റ് ആറ്റ് കാണും, ഇവൻ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇവന്റെ തലയിൽ വൈറ്റ് ആറ്റ് കാണും. ഓക്കെ, ഇവന്റെ തലയിൽ ബ്ലാക്ക് ആറ്റ് ആയിരുന്നെങ്കിൽ പിന്നെ ഇവൻ കാണേണ്ടത് അപ്പോൾ എന്തായിരുന്നു? എല്ലാം ബ്ലാക്ക് ആറ്റ് ആണ്. എല്ലാം ബ്ലാക്ക് ആറ്റ് ആണ് കണ്ടിരുന്നതെങ്കിൽ ഇവൻ ആദ്യത്തെ ഹവറിൽ തന്നെ ഇവന്റെ തലയിൽ വൈറ്റ് ആറ്റ് ആണെന്ന് പറഞ്ഞിട്ടും. പക്ഷേ ആദ്യത്തെ ഹവറിൽ ഇവൻ പറഞ്ഞില്ല, ഇവനും പറഞ്ഞില്ല ഇവനും പറഞ്ഞില്ല. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് എന്ത് മനസ്സിലായി? ഇവർക്ക് അത് ആദ്യത്തെ ഹവറിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കണം, ഇവരുടെ രണ്ടുപേരും തലയിൽ വൈറ്റ് ആറ്റ് ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇതേപോലെ 3 വൈറ്റ് ആറ്റുള്ള ആൾക്കാരാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചു. 3 വൈറ്റ് ആറ്റ് ഉള്ളതാണെങ്കിൽ എല്ലാവർക്കും ഓരോരുത്തർക്കും 2 വൈറ്റ് ആറ്റ് വീതം കാണും. പക്ഷേ ഈ 2 വൈറ്റ് ആറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇവന്റെ തലയിൽ ബ്ലാക്ക് ആറ്റ് ആയിരുന്നുവെങ്കിൽ ഇവർ 2 മണിക്കൂറിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഡ്യൂ ടു ദിസ് റീസണിങ്. പക്ഷെ അവർ കണ്ടുപിടിച്ചില്ല. അപ്പോൾ 3-ാമത്തെ മണിക്കൂറിൽ ഇവരെല്ലാവരും കണ്ടുപിടിക്കും എന്ത്, ഇവരുടെ എല്ലാവരുടെയും തലയിൽ വൈറ്റ് ആറ്റ് ആണ്. കാരണം ഇവരുടെ തലയിൽ ഏതെങ്കിലും ഒരാളെ ലൈക്ക് എല്ലാവരും ഇതേ തന്നെ ഇമാജിൻ ചെയ്യും. അപ്പോൾ എല്ലാവരും അത് കണ്ടുപിടിക്കും ആഫ്റ്റർ 3 hours. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതാണ് ഇത് ഡീൽ ചെയ്തത്. അപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷേ മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇനിയുള്ള വീഡിയോസും നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.